ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു സ്റ്റിൽ മോഡലാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇതൊരു ക്രാഫ്റ്റ് വർക്ക് എന്നൊരു ഉപരി എക്സിബിഷന് കൊടുക്കാൻ വേണ്ടി ചെയ്തതാണ്. കേക്ക് ബോർഡാണ് ബേസായിട്ട് എടുത്തിരിക്കുന്നത്. കേക്ക് ബോർഡിൻ്റെ ഒരു അറ്റത്തായിട്ട് ഇതുപോലൊരു നീളമുള്ള കമ്പി വെച്ച് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ചരിഞ്ഞ് വിടാതിരിക്കാനായിട്ട് കുറച്ച് ഗ്ലൂ ഗണ്ണും പിന്നെ കുറച്ച് സെല്ലോ ടൈപ്പൊക്കെ യൂസ് ചെയ്ത് ഒട്ടിച്ച് ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നിവർത്തിയ കമ്പിയുടെ നീളം പോരാഞ്ഞിട്ട് നമ്മൾ കുറച്ച് കമ്പിയുടെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇതുപോലൊന്ന് ചരിച്ചൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കോട്ടൺ വെച്ച് ഇതുപോലൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മേഘം എന്നുള്ള സൂചന കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ പഞ്ഞി സെറ്റ് ചെയ്ത് വെച്ചത്. അതിനുശേഷം ഇതുപോലൊരു പേപ്പറിലേക്ക് ഒരു വളഞ്ഞു പൊളഞ്ഞ ഒരു ആരോ മാർക്ക് വരച്ചെടുത്തിട്ടുണ്ട്. ഈ ആരോ മാർക്കിന് ഒരു 5 പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആരോ മാർക്കിൻ്റെ അതേ ഷേപ്പിന് ഇതുപോലെ കട്ട് ചെയ്തത് ഇതുപോലെ കുറച്ച് പീസുകൾ എടുത്തതിന് ശേഷം ഓരോന്നിനും കറക്റ്റായിട്ട് റെഡ് കളർ കൊടുത്ത് എടുക്കുന്നുണ്ട്. പെയിൻറ്റ് ഉണങ്ങിയതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു നൂലിൽ കെട്ടി ഇതുപോലെ തൂക്കിയിടുന്നുണ്ട്. എന്നിട്ട് ആ വളഞ്ഞിരിക്കുന്ന കമ്പിയിൽ നമ്മൾ മേഘം സെറ്റ് ചെയ്ത ആ കമ്പിയിലേക്ക് ഇതുപോലെ കെട്ടി തൂക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ആ മേഘം എടുത്തൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു, പഞ്ഞികളെടുത്ത് സെറ്റ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് കുറച്ച് നൂലെടുത്ത് നമ്മൾ ഗ്ലൂ ഗൺ യൂസ് ചെയ്ത് ഇതുപോലെ മുത്തുപോലെ ഇങ്ങനെ ആക്കിയെടുത്തു കേട്ടോ. നമ്മൾ മഴയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ മേഘത്തിലേക്ക് ഇങ്ങനെ തൂക്കിയിട്ടു. പിന്നെ നമ്മളൊരു കാർഡ്ബോർഡിലേക്ക് ഒരു സൂര്യനെ വരച്ച് പെയിൻ്റ് അടിച്ചെടുത്തതിന് ശേഷം ആ മേഘത്തിൻ്റെ ഇടയിലേക്ക് വെച്ച് കൊടുത്തു. ഈ ഒരു കാർഡ്ബോർഡിനെ പ്ലക്കാർഡിൻ്റെ മോഡലിൽ വെട്ടിയെടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് സോളിഡ് ലിക്വിഡ് ഗ്യാസ് എന്ന് എഴുതി ഒട്ടിച്ചു കൊടുത്തു. ഇനി നമ്മൾ കുറേ പേപ്പറിനെ ചുരുട്ടിയെടുത്തതിന് ശേഷം ഇതുപോലെ കാർഡ്ബോർഡിൻ്റെ പുറത്ത് ഒരു സൈഡിലേക്കായിട്ട് വെച്ച് ഒട്ടിച്ചിട്ട് അതിൻ്റെ പുറത്ത് നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ചൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫെവിക്കോളിനെ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ഇതുപോലെ ഈ ടിഷ്യൂ പേപ്പറിൻ്റെ പുറത്തേക്ക് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. അത് നന്നായിട്ട് ഒട്ടിച്ചതിന് ശേഷം ബ്ലാക്ക് കളർ കൊടുത്തു. മൗണ്ടൈൻ്റെ സ്ട്രക്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുത്തത് കേട്ടോ. ബാക്കിയുള്ള പോർഷനിൽ ചുറ്റിനുമായിട്ട് ലാൻഡിൻ്റെ മോഡൽ കിട്ടാനായിട്ട് ഇതുപോലെ ഗ്രീൻ കളർ കൊണ്ട് ടിഷ്യൂ പേപ്പർ കൊണ്ട് തന്നെയാണ് കവർ ചെയ്ത് കൊടുത്തത്. അതിൻ്റെ ബാക്കി വരുന്ന സെൻറ്റർ പോർഷനിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തു കേട്ടോ. അത് വെള്ളത്തിൻ്റെ മോഡൽ കിട്ടാനായിട്ട്. പിന്നെ ആ കമ്പിയിലേക്ക് നമ്മൾ ട്രീ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ട്രീക്ക് ഗ്രീനും ബ്രൗണും ഒക്കെ കളർ ചെയ്ത് കൊടുത്തു. ജലത്തിൻ്റെ 3 സ്റ്റേജസിൻ്റെ സ്റ്റിൽ മോഡലാണ് ഈ ഒരു എക്സിബിഷനിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സോളിഡ് ലിക്വിഡ് ഗ്യാസ് എന്നാണ് നമ്മൾ നോട്ടീസ് വെച്ചത്. അപ്പോൾ സോളിഡ് ഉണ്ടാക്കാനായിട്ട് ജലത്തിൻ്റെ സോളിഡ് ഐസാണ്. ഐസ് ഒറിജിനലി വെക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സെല്ലോ ടൈപ്പ് യൂസ് ചെയ്ത് കുറച്ച് ഐസ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട് ഇതുപോലെ. അങ്ങനെ ഒരു 4-5 പീസസ് ഓഫ് ഐസ് ക്യൂബ്സ് ഇതുപോലെ സെല്ലോ ടൈപ്പിൽ ചെയ്തെടുത്തു. സെല്ലോ ടൈപ്പിൽ ഒരു ഐസ് ക്യൂബ് മോഡലിൽ ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ഇത് ഒരു നീളമുള്ള സെല്ലോ ടൈപ്പ് എടുക്കുക. അതിൻ്റെ 4 പാർട്ടായിട്ട് സെല്ലോ ടൈപ്പ് ജസ്റ്റ് ഇങ്ങനെ ചുറ്റിനും കവർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അതിനെ ഒന്ന് കവർ ചെയ്ത് ഒരു പെട്ടിയുടെ ബോക്സിൻ്റെ മോഡലിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് 4 പോർഷനും കവർ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഒരു ബോക്സ് പോലെ കിട്ടും. ഇത് നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് വെള്ളം അപ്ലൈ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്ത് കൊടുക്കുകയോ ചെയ്താൽ കറക്റ്റ് ഒരു ഐസ് ക്യൂബിൻ്റെ മോഡലിൽ കിട്ടും. ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഒരു 3ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് എക്സിബിഷൻ പ്രസൻറ്റ് ചെയ്യാൻ മതിയാകും എന്നുള്ള രീതിയാണ്. വളരെ പെട്ടെന്ന് ചെയ്തതാണ് കേട്ടോ. ഇങ്ങനെ മുമ്പ് പറഞ്ഞപ്പോൾ ചെയ്യാനുള്ള സമയം കിട്ടുമെന്ന് വിചാരിച്ചില്ല. പക്ഷേ പെട്ടെന്ന് ജസ്റ്റ് ഒരു എന്തെങ്കിലും ഒന്ന് പ്രസൻറ്റ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചൊന്ന് ചെയ്തെടുത്തതാണ്. ഇതുപോലൊരു ബോർഡൊക്കെ വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.